നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. എരമം വില്ലേജ് ഭൂനികുതി പ്രശ്നം. ADMന്റെ മധ്യസ്ഥതയിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ഓഗസ്റ്റ് 5 മുൻപ് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തും. നിർദ്ദിഷ്ട ഏഴിമല ഭാഗമണ്ഡലം ബാംഗ്ലൂർ പാത നോക്കുകുത്തിയായി ചരിത്രത്തിന്റെ താളുകളിലേക്ക്. പാതയോട് ചേർന്ന് നിർമ്മിച്ച പാലം ഇന്ന് മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വിഷൻ പുനലൂർ നടപ്പാക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയായ കൊല്ലം ജില്ലയിലെ പുനലൂർ ആശുപത്രി മോഡലാക്കിക്കൊണ്ടുള്ള വികസന പദ്ധതികളാണ് നടപ്പാക്കുക. കല്യാശ്ശേരി മണ്ഡലം ജനകീയ സംയോജിത കൃഷി വികസന കർമ്മ പരിപാടിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ പൊതുവെ സമാധാനപരം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് RSS പ്രവർത്തകൻ രാജേഷിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് BJP ഞായറാഴ്ച സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്നതിനാൽ തന്നെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഹർത്താലിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഇത് തെല്ലൊന്നുമല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയത്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഹർത്താൽ സമാധാനപരമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും ഓട്ടോറിക്ഷകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. പിലാത്ര മേഖലയിലും ഹർത്താൽ സമാധാനപരമായിരുന്നു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അപ്രതീക്ഷിത ഹർത്താൽ. മലയോരത്ത് യാത്രാക്ലേശം മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടി. ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഇരുചക്രവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. മിക്കവരും നേരം വെളുത്തപ്പോഴാണ് ഹർത്താൽ വിവരമറിഞ്ഞത്. മറ്റു ചിലർ യാത്ര പോകാൻ ടൗണിലെത്തിയപ്പോൾ. ഇന്നത്തെ ഹർത്താൽ അല്പമൊന്നുമല്ല ജനങ്ങളെ വലച്ചത്. മിക്ക വാഹനങ്ങളും പെട്രോൾ പമ്പുകളിലേക്ക് ഓടിയെങ്കിലും ഒരു പമ്പും തുറന്നുമില്ല. ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഹോട്ടലുകളെ ആശ്രയിച്ച് കഴിയുന്ന പലരും പട്ടിണിയിലായി. പലയിടങ്ങളിലും പെട്രോൾ തീർന്ന വഴിക്കായ വാഹനങ്ങളും കാണാനുണ്ടായിരുന്നു. മറ്റു ചിലർ വാഹനങ്ങളില്ലാത്തതറിഞ്ഞ് പശുക്കളെ റോഡരികിൽ കെട്ടി. എന്തൊക്കെയായാലും ഹർത്താലുകളെ എതിർക്കുന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത ഹർത്താലുകളെ അനുകൂലിക്കാനാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് BJP മണ്ഡൽ കാര്യവാഹക് രാജേഷ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനം. സംഭവത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായുണ്ടായ ഹർത്താലിനോടനുബന്ധിച്ചാണ് ഞായറാഴ്ച രാവിലെ തൃക്കരിപ്പൂരിൽ പ്രകടനം നടത്തിയത്. BJP മണ്ഡലം പ്രസിഡന്റ് M. ഭാസ്കരൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി TV. ഷിബിൻ, RSS മണ്ഡൽ കാര്യവാഹക് K. ഭവിത്ത്, താലൂക്ക് കാര്യവാഹക് M. വിജയൻ, M. വിജേഷ്, K. രാജൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പൊതുവെ ഞായറും പിന്നെ ഹർത്താലുമായതോടെ തൃക്കരിപ്പൂർ ടൗൺ വിജനമായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമം വില്ലേജ് ഭൂനികുതി പ്രശ്നം. ADMന്റെ മധ്യസ്ഥതയിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ആഗസ്റ്റ് 5 മുൻപ് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പരിഹാരം കാണുമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകി. എരമം വില്ലേജിലെ കണ്ണാപ്പള്ളിപ്പോയിലെ 113 കർഷകരുടെ ഭൂനികുതി സ്വീകരിക്കാത്ത പ്രശ്നമാണ് വില്ലേജ് അധികൃതരെ ഉപരോധിക്കുന്നതിലേക്ക് വഴിതെളിയിച്ചത്. ചിലരുടെ നികുതി അടുത്ത് സ്വീകരിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ കുറേ പേരുടെ നികുതി ഇതുവരെയും സ്വീകരിച്ചില്ല. കർഷകരുടെ ഉപരോധ സമരം രാത്രി വരെ നീണ്ടപ്പോൾ ADM മുഹമ്മദ് യൂസഫും തഹസിൽദാർ മുരളീധരനും സ്ഥലത്തെത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തുകയുമായിരുന്നു. ഓഗസ്റ്റ് 5 കളക്ടറുമായി ബന്ധപ്പെട്ട് ഭൂനികുതി സ്വീകരിക്കുമെന്ന തീരുമാനപ്രകാരം സമരം അവസാനിപ്പിച്ചു. പരിഹരിച്ചതിന് ശേഷം പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ശാശ്വതമായിട്ടുള്ള ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യും. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരുമായിട്ട് ചർച്ച നടത്തി ഒരു ചെറിയൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം പിന്നെ ഒരു ചർച്ച, ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഒരു ചർച്ച നടത്തുമ്പോൾ ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായാൽ മാത്രമേ
അതിനൊരു ഫലം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയ കാര്യത്തിൽ നിന്നാണ് പിന്നീട് നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉയർത്തിരുന്നിട്ട് മേലെത്താം. ചർച്ചയിൽ സി സത്യപാലൻ, കെ വി ഗോവിന്ദൻ, പി തമ്പാൻ, കെ രാജേഷ്, കെ വി കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. എരമം വില്ലേജിലെ 113 കൃഷിക്കാരുടെ നികുതി വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് തഹസിൽദാർ ഇവിടെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആഗസ്റ്റ് 5-നകം കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേരുന്ന ഒരു യോഗത്തെ തുടർന്ന് നികുതി വാങ്ങുന്ന തീയതി നിശ്ചയിക്കുകയും 113 ആളുകൾക്ക് പുറമെ ബാക്കിയുള്ള 55 പേരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന തീരുമാനം ആ യോഗത്തിൽ വെച്ച് കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് ഇവിടെ ADM-ഉം തഹസിൽദാറും ഉറപ്പ് തന്നതിനെ തുടർന്ന് ഈ സമരം താൽക്കാലികമായി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നിർദ്ദിഷ്ട ഏഴിമല ഭാഗമണ്ഡലം ബാംഗ്ലൂർ പാത നോക്കുകുത്തിയായി ചരിത്രത്തിന്റെ താളുകളിലേക്ക്. 12 വർഷം മുമ്പ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രാരംഭ നടപടി എന്നോണം നിർമ്മിച്ച പാലമാണ് ഇന്ന് ആർക്കും വേണ്ടാത്ത മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുന്നത്. ഏഴിമല നേവൽ അക്കാദമിയിൽ നിന്നും പെരിങ്ങും CRPF ക്യാമ്പിൽ നിന്നും ബാംഗ്ലൂർ എത്താനുള്ള എളുപ്പമാർഗമായാണ് ഈ പാത തിരഞ്ഞെടുത്തത്. അതിന്റെ പ്രാരംഭ പ്രവൃത്തിയായി ചെറുപുഴ മുതൽ പുളിങ്ങം വരെ മെക്കാഡം ടാറിങ്ങും പുളിങ്ങം പുഴയ്ക്ക് കുറുകെ കർണാടക ഫോറസ്റ്റിലേക്ക് പാലവും നിർമ്മിച്ചു. അതോടെ തീർന്നു ഈ റോഡിന്റെ പ്രവർത്തനം. ചെറുപുഴ മുതൽ പുളിങ്ങം വരെയുള്ള റോഡ് നന്നായത് മാത്രം ബാക്കി. പാലത്തിന്റെ ഉപയോഗം പുഴയ്ക്ക് അക്കരെയുള്ള കർണാടക വനപാലകർക്കും പോലീസുകാർക്കും മാത്രം. ഇവർ ഇവിടേക്ക് പണ്ട് കോൽപ്പാലം വഴിയാണ് പോയിരുന്നത്. ഇന്ന് വാഹനത്തിൽ പോകാം. ഈ റോഡിന്റെ ആകെ 18 കിലോമീറ്റർ ഭാഗത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി വരുന്ന 400 കിലോമീറ്റർ റോഡും പണി പൂർത്തിയായതാണ്. ഈ 18 കിലോമീറ്റർ കർണാടക വനത്തിൽപ്പെട്ട വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണെന്ന് പറഞ്ഞാണ് ഇതിനകത്തുകൂടിയുള്ള റോഡിന് കർണാടക ഗവൺമെന്റ് അനുമതി നൽകാത്തത്. കർണാടക, കേരള സർക്കാരുകൾ ഇത് സംബന്ധിച്ച് പലതവണ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പ്രശ്നം വന്യമൃഗ സംരക്ഷണം തന്നെ. മനുഷ്യനെ പട്ടി കടിച്ചു കൊന്നാലും പട്ടിയെ കൊല്ലാൻ പാടില്ലെന്ന് പറയുന്ന നിയമം. രാജ്യരക്ഷയ്ക്കായി നിർമ്മിച്ച ഈ പാത ചെറിയ നൂലാമാലകളിൽപ്പെട്ടാണ് കിടക്കുന്നതെന്നോർക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത്. AK ആന്റണി കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് ഇതിനെന്തെങ്കിലും നീക്കുപോക്കുമുണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ആന നാട്ടിലേക്കിറങ്ങി കൃഷി നശിക്കുന്നത് തടയാൻ സംവിധാനമുണ്ടാക്കി പൊളിഞ്ഞുപോയെങ്കിലും ഇനി പുളിങ്ങോം ടൗണിലേക്ക് ആനയ്ക്ക് കടന്നു വരാൻ ഒരു പാലം എന്ന നിലയിലേക്കാണ് സ്ഥിതി. മലയാളിയായ ഭാഗമണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ ചർച്ച ചെയ്ത് സർക്കാരിൽ നിവേദനം നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി കൂടിയാണിത്. കൃഷി നശിപ്പിക്കുന്ന പന്നിയെ വെടിവെക്കണമെങ്കിൽ അത് ഗർഭിണിയാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം എന്ന് പറയുന്ന നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഈ റോഡിന് ശാപമോക്ഷം ഒരു പ്രതീക്ഷയുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വിഷൻ പുനലൂർ നടപ്പാക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയായ കൊല്ലം ജില്ലയിലെ പുനലൂർ ആശുപത്രി മോഡലാക്കിക്കൊണ്ടുള്ള വികസന പദ്ധതികളാണ് നടപ്പാക്കുക. ഇതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും പുനലൂർ ആശുപത്രി സന്ദർശിച്ചു. ഇത് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്ക് ആശുപത്രി. കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രി. ഇവിടുത്തെ ഡോക്ടർ സഹീർ ഷായുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം ഇന്ന് ഭാരതമൊട്ടാകെ ചർച്ച ചെയ്യുന്നു. പാവപ്പെട്ട 10,000-ഓളം രോഗികൾ ഓരോ ദിവസവും ഇവിടെ ചികിത്സ തേടിയെത്തുന്നു എന്നത് തന്നെയാണ് ആശുപത്രിയുടെ മഹത്വവും. സർക്കാർ നിർമ്മിച്ചു കൊടുത്ത സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആശുപത്രി വികസന സമിതി നടത്തിയ പ്രവർത്തനങ്ങൾ അസൂയാവഹമാണ്. കൂട്ടായ പ്രവർത്തനമാണ് തങ്ങളുടെ വിജയമെന്ന് ഡോക്ടർ സഹീർ ഷാ പറയുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അത്ഭുതങ്ങൾ വിളയിക്കാം എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു അത്ഭുതകരമായ റിസൾട്ടാണ് ഈ ആശുപത്രിയിലുള്ളത്. ആശുപത്രി ഇല്ലാത്തതായിട്ടൊന്നുമില്ല. മെഡിക്കൽ ICU ഉണ്ട്, സർജിക്കൽ ICU ഉണ്ട്, കുട്ടികളുടെ ICU ഉണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്, പിന്നെ 2 നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന പാതയം പദ്ധതിയുണ്ട്, സൗജന്യ ഡയാലിസിസ് നടക്കുന്ന സഞ്ജീവനിയുണ്ട്, ഏറ്റവും ശക്തമായ ലബോറട്ടറി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 70,000 ടെസ്റ്റുകൾ ഒരു മാസം ചെയ്യുന്ന ലബോറട്ടറി സംവിധാനം, പിന്നെ 24 മണിക്കൂറും ഫാർമസി, 24 മണിക്കൂറും ഹെൽപ്പ് ഡെസ്ക്, 24 മണിക്കൂറും ECG സംവിധാനം, 24 മണിക്കൂറും ബ്ലഡ് ബാങ്ക് സംവിധാനം, 24 മണിക്കൂർ എക്സ്റേ സംവിധാനം. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും 24 മണിക്കൂർ. ജനങ്ങൾക്ക് പേഷ്യൻസിന് ഓരോ ദിവസവും മാറ്റുന്ന ബെഡ്ഷീറ്റ് മാറ്റുന്ന മഴ. ഇവരുടെ പ്രവർത്തനങ്ങൾ പഠിച്ച് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുക എന്നതാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ഘട്ടം ഘട്ടമായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. 3 കോടി രൂപ ചെലവിൽ ഡയാലിസിസ് കേന്ദ്ര നിർമ്മാണം ഉടൻ ആരംഭിക്കും. പുനലൂർ മോഡൽ വികസനം പഴയങ്ങാടിയിൽ നടപ്പാക്കുമെന്ന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ എന്നിവർ പറഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന
പ്രവർത്തനമാണ് ഇന്നിത് അറിയപ്പെടുന്ന ഒരു ആശുപത്രിയായിട്ട് മാറിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു മോഡൽ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MLA TV രാജേഷ് അവരുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയായിട്ട് ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യ മന്ത്രിയുടെ ജില്ല എന്നുള്ളതായിരിക്കും കണ്ണൂരിൽ എരിപുരത്ത് താലൂക്ക് ആശുപത്രിയിൽ ഇതുപോലുള്ളൊരു മാതൃക ഞങ്ങൾ ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ നമുക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വെല്ലുവിളിയോടുകൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളതും ജീവനക്കാരുടെ ഐക്യവും അതുപോലെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ടി അനീഷ് ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OV ഗീത, KP ആദർശ്, ജാക്സൺ P, SV അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. TV രാജേഷ് MLA നിർദ്ദേശപ്രകാരമാണ് സംഘം പുനലൂർ ആശുപത്രി സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് KP കൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണ സമ്മേളനം ചന്തപുരയിൽ നടന്നു. C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ് KP കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ 7ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ചന്തപുരയിൽ നടന്ന അനുസ്മരണ സമ്മേളനം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. 3 കൊല്ലത്തെ മോഡിയുടെ ഭരണവും 1 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണവും നാം തുലനം ചെയ്താൽ എങ്ങനെയാണ് ബദൽനയം, അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകും. കർഷക ആത്മഹത്യ നാം കേൾക്കുന്ന വാർത്ത, കേരളത്തിൽ ആത്മഹത്യയിലേക്കല്ല കൃഷിക്കാരൻ പോകുന്നത്. ആ കൃഷിക്കാരനെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ പ്രതിബദ്ധതയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നയം ഇവിടെ നടപ്പിലാക്കുന്നു. ഇതാണ് ബദൽനയം. പരിപാടിയിൽ PV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, K പത്മനാഭൻ, EP ബാലൻ, TV ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പഴയങ്ങാടി മൂലക്കിൽ ഇന്ദിരാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ കരിയോയിൽ പ്രയോഗം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പഴയങ്ങാടി വെങ്ങര മൂലക്കിൽ ഇന്ദിരാജി ക്ലബിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണം നടന്നത്. വാതിൽ തകർത്ത് ക്ലബിനകത്തും പുറത്തും കരിയോയിൽ ഒഴിച്ചു. സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന് കരുതുന്നു. കരിയോയിൽ ഒഴിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര പറഞ്ഞു. തികച്ചും സമാധാനപരമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു മേഖലയാണ് മൂലക്കിൽ, പ്രത്യേകിച്ച് മാടായി പഞ്ചായത്ത്. പക്ഷേ ഏറെ ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിഷമിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തീർത്തും സമാധാനപരമായി ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ താമസിച്ചു വരുന്നു, ജീവിച്ചു വരുന്നു. അതിനിടയിലാണ് ഒരു ജനസേവന കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന ലോകാരാധ്യയായ ഇന്ദിരാ പ്രിയദർശിനിയുടെ നാമധേയത്തിലുള്ള ഈ ഓഫീസ് കരിയോയിലയിച്ച് വികൃതമാക്കിയിട്ടുള്ളത്. ഇരുട്ടിൻ്റെ മറവിൽ ഈ നാട്ടിലെ സമാധാനം തകർക്കാൻ ആഗ്രഹിക്കുന്ന ഏതോ ചിദ്രശക്തികൾ നടത്തിയ ഈ ആക്രമണത്തിനെതിരെ ഈ നാട് മുഴുവൻ പ്രതിഷേധിക്കുന്നു. അതുപോലെ പോലീസ് അധികാരികൾ ഇതിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ പൂർണ്ണമായും കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ ഈ നാട്ടിൽ വീണ്ടും M പവിത്രൻ, കൂടിച്ചിരി സുരേന്ദ്രൻ, V പ്രസാദ്, P സത്യൻ, P ശ്രീധരൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കർഷക തൊഴിലാളി യൂണിയൻ വെള്ളൂർ സൗത്ത് വില്ലേജ് കൺവെൻഷൻ കണ്ടോത്ത് AKG മന്ദിരത്തിൽ നടന്നു. പരിപാടി കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. M ഭാസ്കരൻ അധ്യക്ഷനായി. VP കണ്ണൻ, K ഗോവിന്ദൻ, KV കമലാവതി എന്നിവർ സംസാരിച്ചു. അതിൻ്റെ ഓഹരി വിൽക്കാൻ ഇപ്പോൾ തീരുമാനിച്ചു. ആ ഓഹരി കെട്ട വിലക്കാണ് വിൽക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത്. വലിയ മൂല്യം നിൽക്കുന്ന ഓഹരിക്ക് നിസ്സാരമായ സംഖ്യയാണ് വിലയിട്ടിരിക്കുന്നത്. ആ ഓഹരി വിലക്ക് വാങ്ങുന്ന സ്വകാര്യക്കാർക്ക് കൊള്ള ലാഭമാണ് അതിലൂടെ ലഭിക്കുന്നത്. കേരളത്തിന് മറ്റൊരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായി നൽകാമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തതും അതിനു വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുത്തിട്ട് കേന്ദ്രത്തിന് കൊടുത്തതുമാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച റെയിൽവേയുടെ തീവണ്ടിയുടെ കോച്ച് നിർമ്മാണശാല. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പെരളം സൗത്ത് വില്ലേജ് കൺവെൻഷൻ പെരളം ദേശീയ കലാസമിതി ഓഡിറ്റോറിയത്തിൽ നടന്നു. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി
ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ടി വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. പി എം ഗോവിന്ദൻ, സി ബാലകൃഷ്ണൻ, എം നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ജനകീയ ആസൂത്രണം വന്നു, സമ്പൂർണ്ണ സാക്ഷരത വന്നു, പെൻഷൻ വന്നു. 2017 പിണറായി ഗവൺമെന്റ് വന്നു. എന്തെല്ലാം ചെയ്തു? എൻ്റെ സഹോദരിമാർ പറയുന്നു തൊഴിലുറപ്പെന്ന്. എല്ലാം കണക്കന്നാണ്. ആര് വന്നാലും കണക്കന്നാണ്. തിരിക്കും പിടിച്ചിനാ ഭ്രാന്ത്. മീറ്റിങ്ങിന് എല്ലാവർക്കും കിട്ടുമ്പം ഇന്ന് എനിക്കും കിട്ടും, പോയാലും കിട്ടും, പോയിട്ടിലേക്കും കിട്ടും. കല്യാശ്ശേരി മണ്ഡലം ജനകീയ സംയോജിത കൃഷി വികസന കർമ്മ പരിപാടിക്ക് തുടക്കമായി. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി ജോലി നൽകാൻ കഴിയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ തൊഴിലാളികളുമായിട്ട് പാടത്തും അതുപോലെ തന്നെ ഈ സൈറ്റിൽ പോയി സംസാരിച്ചപ്പോൾ അവർ വളരെ സംതൃപ്തരാണ്. അപ്പോൾ നമ്മുടെ ഈ മേഖലയിലും ഈ നിലയിൽ ഒരു മാതൃക, നമ്മുടേതായ രീതിയിലുള്ള ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉൽപാദന വർധനയിൽ കൂടി നമ്മുടെ മണ്ഡലത്തിൽ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 10 കല്യാശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ആവിഷ്കരിച്ചിട്ടുള്ളതാണ് ഈ കർമ്മ പരിപാടി. മണ്ഡലത്തിലെ പ്രകൃതി മനുഷ്യ വിഭവങ്ങളെ ശാസ്ത്രീയമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്യസാക്ഷാത്കാരം നടത്തുക. മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത, ജോളി അലക്സ്, K പത്മനാഭൻ, മാടായി ബാങ്ക് സെക്രട്ടറി PP രവീന്ദ്രൻ, കല്യാശ്ശേരി മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൃഷി ഓഫീസർമാർ, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജനതാദൾ യു തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പഠന ക്യാമ്പ് 2017 കൂലേരി മുണ്ട്യം നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പാർലമെന്റ് ബോർഡ് ചെയർമാൻ P കോരൻ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നിതീഷ് കുമാറിന്റെ കൂറുമാറ്റം പ്രതീക്ഷിക്കാത്തതാണെന്നും അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന നിതീഷ് കുമാറിന്റെ നടപടിയെ സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്രകുമാർ അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടെന്നും പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനതാദൾ യു പാർലമെന്റ് ബോർഡ് ചെയർമാൻ P കോരൻ മാസ്റ്റർ പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും നല്ല ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനം ഇതേപോലെ നിലനിർത്തണം. ആ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ മോഡി സർക്കാർ, അതായത് നമ്മുടെ സംഘടനാപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇപ്പം ഞാനിപ്പോൾ പറയുന്നില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി മാത്യു വേളങ്ങാടൻ മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണൻ, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി VK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രായമായ പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലെറ്റ്സ് ഇനീഷ്യേറ്റീവ് ഫോർ വില്ലേജ് എംപവർമെന്റ് തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. ഇളമ്പച്ചി ഫായ്ക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മജിഷ്യൻ ഗോപിനാഥ് മുദ്ഗാട് മുഖ്യാതിഥിയായി. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് ലൈവ് തൃക്കരിപ്പൂർ. 2013 മുതൽ പ്രവർത്തിച്ചു വരുന്ന ലൈവിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം 1000-ലധികം പേർ ഗുണഭോക്താക്കളായുണ്ട്. 2016-17 വർഷത്തിൽ SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും NMMS ജേതാക്കൾക്കും ഇളമ്പച്ചി ഫായ്ക ഓഡിറ്റോറിയത്തിൽ നടന്ന ടോപ്പേഴ്സ് ഡേയിലാണ് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചത്. ചടങ്ങിൽ മോട്ടിവേറ്ററും ലോകപ്രശസ്ത മജീഷ്യനുമായ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളും സ്റ്റേജിൽ ആദരിക്കപ്പെട്ടു. 79 കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് ആദരം നേടിയത്. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഫായ്ക ഇൻഡോർ അക്കാദമി MD അബ്ദുൾ സലാം, ബൈത്താൻ ഗ്രൂപ്പ് MD ജമാൽ ബൈത്താൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ, KMCC നേതാക്കളായ NP ഹമീദ് ഹാജി, എഞ്ചിനീയർ സമീർ, CK ഭാസ്കരൻ മാസ്റ്റർ, നൂർ ഫിദ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് മുഖ്യപ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ഹൈലി ഇമ്പോസിബിൾ അല്ലേ? ഓക്കെ, ഇനി മോള് താഴേക്കറിയാം. എന്താ കാരണം? അങ്കിൾ മോളോട് പറഞ്ഞ വാക്കാണ്. ആ വാക്കിൻ്റെ പേരിലാണ് മോൾക്ക് പറ്റാതെ പോകുന്നത്. പക്ഷേ ഇതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതേസമയം ഞാൻ മോളോട് പറയുന്നു, ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് മോള് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു. കാങ്കോലിന്റെ പോസ്റ്റ്മാന് നാടിന്റെ യാത്രയപ്പ്. കേരള വ്യാപാരി വ്യവസായ സമിതി കാങ്കോൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കെ കുഞ്ഞപ്പന് യാത്രയപ്പ് നൽകിയത്. കാങ്കോൽ ടൗണിൽ വെച്ച് നടന്ന പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും 36 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ കുഞ്ഞപ്പൻ സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി ടീച്ചറായി തെരഞ്ഞെടുക്കപ്പെട്ട കുണ്ടേങ്കോവൽ അംഗൻവാടിയിലെ ഇന്നര ടീച്ചർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി BA പൊളിറ്റിക്കൽ സയൻസിൽ 1ാം റാങ്ക് നേടിയ മിഥുൻ പത്മനാഭൻ, ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. അംഗൻവാടി ടീച്ചർ കുണ്ടേങ്കോട്ടത്തെ അംഗൻവാടി ട്രസ്റ്റിമതി ഇന്നര ടീച്ചർ ഒരു പ്രത്യേക മേഖല എന്ന നിലയിൽ അർപ്പണ മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച് സംസ്ഥാന നിലവാരത്തിൽ തന്നെയും അംഗീകാരം പിടിച്ചു പറ്റിയിട്ടുള്ള ടീച്ചറുകളുടെ അനുമോദിക്കുകയാണ്. അവർക്കെല്ലാം ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. കെ രാജൻ ഉപഹാര സമർപ്പണം നടത്തി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം N അബ്ദുൽ ഗഫൂർ, A രാജേഷ്, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, P വിജയൻ, K രാജൻ, P വിജയൻ നായർ, MTP സൈഫുദ്ദീൻ മാസ്റ്റർ, CK രമേശൻ മാസ്റ്റർ, PV ഗോപി, KV മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കാങ്കോൽ ടൗണിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. യൂത്ത് സെന്റർ പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ കോൽക്കളി പരിശീലനത്തിന്റെ ഭാഗമായുള്ള കോലടിക്കൽ ചടങ്ങ് യൂത്ത് സെന്റർ പരിസരത്ത് നടന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോൽക്കളി പരിശീലനത്തിൽ ഗുരുക്കൾ K ശിവകുമാറിന്റെ കീഴിൽ നിരവധി കുട്ടികളാണ് കോൽക്കളി അഭ്യസിക്കാനെത്തിയത്. ഇതിന്റെ ഭാഗമായുള്ള കോലെടുക്കൽ ചടങ്ങാണ് യൂത്ത് സെന്റർ പരിസരത്ത് നടന്നത്. TV രാജേഷ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ബാച്ച് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ പയ്യന്നൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കോൽക്കളി രംഗത്ത് നിരവധിയായ നൂതനമായ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ പയ്യന്നൂർ സാക്ഷ്യം വഹിക്കുകയാണ്. ഇപ്പോൾ ചരടുകുത്തിക്കളി ഇതിപ്പോൾ ലോക ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിലയിൽ കോൽക്കളിയുടെ സ്വന്തം നാടായ പയ്യന്നൂർ കോൽക്കളിയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കൊവൽ മുഖ്യാതിഥിയായി. രജനീകാന്ത് S, ഗണേഷ് K, T വിശ്വനാഥൻ, C സന്തോഷ്, T മോഹനൻ, PV കൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാടായിപ്പാറ സംരക്ഷണത്തിന് വാട്സ്ആപ്പ് കൂട്ടായ്മ രംഗത്ത്. വോയിസ് ഓഫ് വെങ്ങരയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ബോർഡുകൾ സ്ഥാപിച്ചു. തളിപ്പറമ്പ് CIP K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സതുദ്യമത്തിന് പോലീസിന്റെ എല്ലാവിധ പിന്തുണയും. നമ്മൾ SI ആയിരുന്ന സമയത്ത് ഒരുപാട് ശ്രമം നടത്തിയതാണ്. ഇവിടുത്തെ മദ്യപാന്മാരെയും അതുപോലെ അനാശാസ്യ പ്രവർത്തനത്തിനുള്ളതായിട്ട് ആൾക്കാർ വരുന്നവരൊക്കെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സംരക്ഷിക്കലാണ്. ഈ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ചെറുപ്പക്കാർ മുമ്പോട്ട് വന്നതിൽ പോലീസിന് അതിയായ സന്തോഷം. ജൈവവൈവിധ്യ കേന്ദ്രമാണ് മാടായിപ്പാറ. മഴ പെയ്തതോടെ മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. അപൂർവമായ സസ്യജൈവ വൈവിധ്യങ്ങൾ കണ്ടുവരുന്നത് ഈ സമയങ്ങളിലാണ്. അനധികൃത കയ്യേറ്റങ്ങളും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നതും മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങൾക്ക് ഭീഷണിയാകുന്നു. ഈ സാഹചര്യത്തിലാണ് പാറ സംരക്ഷണം വോയിസ് ഓഫ് വെങ്ങര വാട്സ്ആപ്പ് കൂട്ടായ്മ ഏറ്റെടുത്തത്. മാടായിപ്പാറയിൽ CCTV ഉൾപ്പെടെ സ്ഥാപിക്കാൻ വോയിസ് ഓഫ് വെങ്ങര തയ്യാറാണെന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകനായ രാജൻ വെങ്ങര പറയുന്നു. ആകർഷണീയത ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ മഴക്കാലത്താണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ കാക്കപ്പൂക്കളെല്ലാം വിരിഞ്ഞിരിക്കുന്ന ഈ അതിസുന്ദരമായ മാടായിപ്പാറയിൽ അന്യദേശങ്ങളിൽ നിന്ന് ഒരുപാട് സന്ദർശകർ നിത്യേന എന്നോണം ഇവിടെ എത്തുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവർ വരുന്ന വാഹനങ്ങൾ ഈ മാടായിപ്പാറയുടെ നെഞ്ചത്തേക്ക് കയറ്റിയിറക്കുകയാണ് റോഡിൽ നിന്ന് വിട്ടിട്ട്. അപ്പോൾ അത് ഈ നമ്മുടെ ഈ കാക്കപ്പൂവിൻ്റെയും അതുപോലെയുള്ള സൂക്ഷ്മ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് കാര്യമായ രീതിയിൽ തന്നെ തളിപ്പറമ്പ് CIP K സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. രാജൻ വെങ്ങര അധ്യക്ഷത വഹിച്ചു. മോഹനൻ കക്കപ്രവൻ, P ശ്രീജിത്ത്, BP ദിലീപ്, സുജിത്ത്, ശ്രീജിത്ത് P തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരളീയരുടെ ഹൃദയത്തിൽ ചേക്കേറിയ 2 അതിനായകന്മാരുടെ ശില്പമൊരുക്കി ശ്രദ്ധേയനാവുകയാണ്
പിലാത്ര നെരീക്കാംവള്ളി സ്വദേശിയായ നാരായണൻ. കേരള മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെയും മലയാള കാവ്യകുലപതി ONVയുടെയും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് നാരായണൻ ഒരുക്കിയിരിക്കുന്നത്. മൺമറഞ്ഞുപോയ കേരള മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെയും ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ട് പിരിഞ്ഞ കവിവര്യൻ ONV കുറിപ്പിന്റെയും ജീവൻ തുടിക്കുന്ന ശില്പമൊരുക്കി ശ്രദ്ധേയനാവുകയാണ് നരീക്കാംവള്ളി സ്വദേശി നാരായണൻ. ഇതിനകം തന്നെ ശില്പകലയിൽ പേരെടുത്ത നാരായണൻ തന്റെ വീട്ടിൽ തന്നെയാണ് മലയാളത്തിലെ ഈ അതികായന്മാരുടെ ശില്പം ഒരുക്കിയിട്ടുള്ളത്. ഇ.കെ. നായനാരുടെ 8 അടിയോളം ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ കല്യാശ്ശേരിയിലേക്കാണ് നിർമ്മിക്കുന്നത്. നെരുവമ്പ്രം UP സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന മലയാളത്തിന്റെ കാവ്യകുലപതി ONVയുടേത് അർദ്ധകായ ശില്പമാണ്. ഫൈബർ ഗ്ലാസ്സിലാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന രീതിയിലുള്ള ഇ.കെ. നായനാരുടെ ശില്പം ശ്രദ്ധേയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ONVയുടെ അർദ്ധകായ പ്രതിമയിലും നാരായണൻ തന്റെ മികവുറ്റ കലാവൈഭവം പ്രകടമാക്കിയിട്ടുണ്ട്. ഇതിനകം എഴുത്തച്ഛൻ, ഗാന്ധിജി, മദർ പേത്ര, മാർ ഇവാനിയോസ് തുടങ്ങി പ്രശസ്തരുടെ ശില്പം നിർമ്മിച്ച് കഴിവ് തെളിയിച്ച നാരായണൻ 12 വർഷമായി ശില്പനിർമ്മാണ രംഗത്ത് സജീവമാണ്. ഇത് ഞാൻ നെരുവമ്പ്രം UP സ്കൂളിന് വേണ്ടി ഉണ്ടാക്കിയ ONV കുറിപ്പിൻ്റെ ശില്പമാണ്. 3 അടി ഹൈറ്റാണ് ഇതിനുള്ളത്. ഇതാദ്യം ക്ലേയിൽ ചെയ്തിട്ട് പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മോൾഡ് എടുത്ത് ഫൈബറിലേക്ക് മാറ്റുന്നതാണ്. വിനോദ് റോഷ്നി മാഷ അഭ്യർത്ഥനപ്രകാരം ഉണ്ടാക്കുന്നതാണ് നെരുവമ്പ്രം സ്കൂളിൽ വേണ്ടിയിട്ട്. പിന്നെ നായനാറെ ഉണ്ടാക്കിയിട്ടുണ്ട്. 8 അടി വരെയുള്ള നായനാർ ഫൈബർ ഗ്ലാസ്സിൽ ചെയ്തതാണ്. കൂടാതെ സിനിമയിൽ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായും ജോലി ചെയ്തു വരുന്ന നാരായണൻ കമ്മട്ടിപ്പാടം, ഗപ്പി തുടങ്ങിയ സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി MLA TV രാജേഷ് കഴിഞ്ഞ ദിവസം നാരായണന്റെ വീട് സന്ദർശിച്ച് ശില്പങ്ങൾ നോക്കിക്കണ്ട് വിലയിരുത്തി. പിലാത്തറ നരീക്കാംവള്ളി സ്വദേശിയാണ് നാരായണൻ. അമ്മ സാവിത്രി, ഭാര്യ സരിക, മക്കൾ രുദ്രാങ്, സിദ്ധിക. ശില്പനിർമ്മാണത്തിൽ നാരായണന് സഹായികളായി ഷാജി ജോർജ്, ദിനൂപ്, അരുൺ, ലിഗിൻ എന്നിവരും കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിന് വേണ്ടി പണിത ഹൈടെക് ബ്ലോക്ക് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ആശീർവദിച്ചു. വിദ്യാലയത്തിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മാണം തുടങ്ങിയ ഹൈടെക് ബ്ലോക്കിന്റെ ആദ്യഘട്ടമാണ് പൂർത്തീകരിച്ചത്. 8 ഹൈടെക് ക്ലാസ് മുറികളാണ് ഇതിനുള്ളത്. കുഞ്ഞുമക്കളെയും അവരുടെ ഭാവിയെയും കുറിച്ച് സ്വപ്നം കാണുന്ന മാതാപിതാക്കൾ ഉണ്ടായാലേ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും അടിസ്ഥാനപരമായ വളർച്ചയും സാധ്യമാവുകയുള്ളൂ എന്ന് ആശീർവാദ പ്രസംഗം നടത്തിയ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അഭിപ്രായപ്പെട്ടു. ഈ കഴിഞ്ഞ 3 വർഷം തന്നെ ഈ കണ്ണൂർ രൂപതയിൽ വ്യത്യസ്തമായ വിവിധ സ്കൂളുകൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടി, പ്രോഗ്രാമുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു സന്ദർശിച്ചിട്ടുള്ള, സമയം ചെലവഴിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഈ സെന്റ് പോൾ സ്കൂൾ. ചെറുവത്തൂർ AO TM സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ് മാത്യു, PTA പ്രസിഡന്റ് EV ദാമോദരൻ, വൈസ് പ്രസിഡന്റ് അബ്ദുള്ള, മദർ PTA പ്രസിഡന്റ് V രമ, PU സുമതി, K സീത, CH ഋതിക തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് സമ്മേളനം തെക്കുംപാട് ഗോപാൽ UP സ്കൂളിൽ നടന്നു. CITU മാടായി ഏരിയ കമ്മിറ്റി അംഗം M കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംപാട് ഗോപാൽ UP സ്കൂളിൽ നടന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU കുഞ്ഞിമംഗലം സൗത്ത് വില്ലേജ് സമ്മേളനം CITU മാടായി ഏരിയ കമ്മിറ്റി അംഗം M കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ റേഷൻ കാർഡ് ഒരുപാട് അപാകതകൾ നിറഞ്ഞതാണ്. ആകെപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾ പുറത്തു പോയിട്ടുണ്ട്, പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്, അനർഹം കടന്നുകൂടിയിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സാഹചര്യവും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഒരു 3 മാസം അവധി വേണം. എങ്കിൽ അർഹതപ്പെട്ട ആൾ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും, അനർഹം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. PV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. V ശങ്കരൻ, K ചന്ദ്രൻ, KV വാസു തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ പൂർണ്ണമായും BPL പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ഭാരതീയ ചികിത്സാ വകുപ്പ് ചീറ്റ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്ന പരിപാടി കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി കരുണാകരൻ, സനൽകുമാർ, കാന ഗോവിന്ദൻ, ഷീജ പി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് പയ്യന്നൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഡോക്ടർ അമർനാഥ് നേതൃത്വം നൽകി. ക്യാമ്പിൽ വെച്ച് സൗജന്യ മരുന്ന് വിതരണവും നടന്നു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 14ാം വാർഷികവും ജനറൽ ബോഡി യോഗവും പിലാത്തറ ഹോപ്പ് വില്ലേജിൽ നടന്നു. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 14ാം വാർഷികവും ജനറൽ ബോഡി യോഗവും വിപുലമായ പരിപാടികളോടെ നടന്നു. പിലാത്തറ ഹോപ്പ് വില്ലേജിൽ നടന്ന പരിപാടി ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ സഹജീവികളുടെ സാന്നിധ്യം പോലും അസഹനീയമായി കണക്കാക്കുന്ന കൊടിയ സ്വാർത്ഥതയുടെ വിലയേറ്റ കാലത്താണ് ജീവിതം തന്നെ മറ്റുള്ളവർക്കായി സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ഒരു പര്യായമായി നമ്മുടെ ജയമോഹൻ സാറും ഹോപ്പും മാറിയിട്ടുള്ളത്. ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹനൻ, ഇ കുഞ്ഞിരാമൻ, AJ മാത്യു, ഫാദർ ജോർജ് പൈനാടത്ത്, ബെല്ല പോൾ, K അബൂട്ടി, TV ഉണ്ണികൃഷ്ണൻ, TJ ജേക്കബ്, KT സഹദുള്ള, V മാധവൻ, MP മധുസൂദനൻ, ജോൺസൺ പുഞ്ചക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. 32 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ KV ചന്ദ്രഭാനുവിന് സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് DYSP K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. വീട്ടിൽ വലിയ പ്രാഗത്വമൊന്നുമില്ല. പക്ഷേ എല്ലാവരും പറയുന്നൊരു വാക്ക് ഞാൻ മാറ്റി പറയാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ പോലീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. സ്റ്റേഷനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ SI V ഉമേശൻ അധ്യക്ഷത വഹിച്ചു. CI ഉണ്ണികൃഷ്ണൻ, പ്രൊബേഷൻ SI ഷിജു, അഡീഷണൽ SI കുഞ്ഞികൃഷ്ണൻ, ബാലൻ മാണിയാട്ട്, ജഗദീശൻ, സന്തോഷ്, രാജീവൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന SI ചന്ദ്രഭാനുവിനുള്ള ഉപഹാര സമർപ്പണവും DYSP K ദാമോദരൻ നിർവഹിച്ചു. SI ചന്ദ്രഭാനു ചടങ്ങിൽ മറുപടി പ്രസംഗവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങ് രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസന്നിധിയിൽ നടന്ന അനുമോദന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. SSLCയിലും +2വിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും ധന്യമായ ചടങ്ങ്. ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. V രവീന്ദ്രൻ, ചന്ദ്രൻ കോമരം, നാരായണൻ അന്തിതിര്യൻ, രമേശൻ കോമരം, MD പ്രകാശൻ, V വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുന്നശ്ശേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ അവാർഡ് ജേതാവിനെയും ഉന്നത വിജയികളെയും അനുമോദിച്ചു. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ക്ഷേത്രം പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. SSLC+2 ഉന്നത വിജയികൾക്കൊപ്പം തന്നെ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് E നാരായണനെയും കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റി MA മലയാളത്തിൽ 1ാം റാങ്ക് നേടിയ P ശ്രീധുവിനെയും ആദരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K സുധാകരൻ നിർവഹിച്ചു. നിങ്ങളുടെ പിതാക്കൾ പറയുന്ന ആ ഒരു ഭാവി, ആ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതിൽ പ്രശ്നമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടമില്ലാത്തൊരു വിഷയം എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ. ക്ഷേത്രം അന്തിതിര്യൻ K കൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VM ചന്ദ്രൻ, TV കുഞ്ഞികൃഷ്ണൻ, TV വിനോദ് കുമാർ, AK നളിനി, KV ഗംഗാധരൻ, T ശശീന്ദ്രൻ, A കുഞ്ഞിക്കണ്ണൻ, A ചന്തുകുഞ്ഞി, സൗദാമോഹൻ, KV ബാബു, M രമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര പരിസരത്തായിരുന്നു അനുമോദന ചടങ്ങ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കുണിയൻ കൈരളി ഗ്രന്ഥാലയം വയോജനവേദി കണ്ണൂർ അൽസലാമ കണ്ണാശുപത്രി സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും കുണിയൻ കൈരളി ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്നു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് പ്രിൻസിപ്പൽ എം കുമാരൻ മാസ്റ്റർ നിർവഹിച്ചു. വയോജനവേദി പ്രസിഡന്റ് CK ഗോപാലൻ പണിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K സഹദേവൻ, K ബാലൻ, K കുമാരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന ക്യാമ്പ് നിരവധി പേർ പ്രയോജനപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പേക്കടം ശ്രീ കുറുവാപ്പള്ളിയറ ദേവസ്വം വക SSLC+2 ഉന്നത വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ നാട്ടുസംസ്കൃതി ഡയറക്ടർ ഡോക്ടർ RC കരിപ്പത്ത് അവാർഡ് ദാനം നിർവഹിച്ചു. പേക്കടം ശ്രീ കുറുവാപ്പള്ളിയറ ദേവസ്വത്തിന് കീഴിലുള്ള പിരിവുദായകരുടെ മക്കളിൽ 2016-17 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും ദേവസ്വം നൽകി വരുന്ന കേശ് അവാർഡും അനുമോദനവും വിശേഷാൽ ജനറൽ ബോഡി യോഗവും നടന്നു. ദേവസ്വം ഭണ്ഡാരപുരയിൽ നടന്ന ചടങ്ങിൽ നാട്ടുസംസ്കൃതി ഡയറക്ടർ ഡോക്ടർ RC കരിപ്പത്ത് അവാർഡ് ദാനം നിർവഹിച്ച് സംസാരിച്ചു. എഴുത്തും പൊയ്ത്തും പഠിക്കലാണ് അന്നത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം. എന്നാൽ കുറെ കൂടി പറകോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരിച്ചാലേ സ്വർഗം കിട്ടാനുള്ള അറിവ് നേടലാണ്. അപ്പൊ ഈ ജീവിതത്തിൽ നമ്മൾ വായിക്കാനും അതുപോലെ പുരാണ പാരായണമൊക്കെ ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ചിട്ടാണ്. ശ്രീധരൻ കളയക്കാരൻ നിലവിളക്ക് തെളിയിച്ചതോടെ ആരംഭിച്ച ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് VM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. V ആനന്ദകൃഷ്ണൻ, KV ചന്ദ്രശേഖരൻ, T ലക്ഷ്മണൻ, K അശോകൻ, KV കൃഷ്ണപ്രസാദ്, K രാഘവൻ, ലക്ഷ്മി ടീച്ചർ, KP സുരേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മമ്പലം ശ്രീ ഭഗവതി ക്ഷേത്രം പുഞ്ചക്കാട് നിർമ്മിച്ച ശ്മശാനത്തിന്റെ സമർപ്പണം ഞായറാഴ്ച നടന്നു. ക്ഷേത്രം സ്ഥാനികരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. മമ്പലം ക്ഷേത്രം പുഞ്ചക്കാട് നവീകരിച്ച ശ്മശാനം സ്നേഹതീരം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്ര സമുദായ ശ്രീധരനും അടുപ്പിന്റെ ഉദ്ഘാടനം കൗൺസിലർ M പ്രദീപനും നിർവഹിച്ചു. കൗൺസിലർമാരായ നളിനി, സരോജിനി ടീച്ചർ എന്നിവരും ക്ഷേത്രം ഭാരവാഹികളും ശ്മശാന കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കരിവെള്ളൂർ ബ്രദേഴ്സ് മധുരക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. മാന്യഗുരു സ്കൂൾ പരിസരമാണ് ശുചീകരിച്ചത്. ക്ലബ് സെക്രട്ടറി NB സന്തോഷ്, പ്രസിഡന്റ് N അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മധുരക്കോട് ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള ശുചീകരണ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലബിന്റെ പുരുഷ വനിതകളെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ലൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. എരമം വില്ലേജ് ഭൂനികുതി പ്രശ്നം. ADMന്റെ മധ്യസ്ഥതയിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ഓഗസ്റ്റ് 5 മുൻപ് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തും. നിർദ്ദിഷ്ട ഏഴിമല ഭാഗമണ്ഡലം ബാംഗ്ലൂർ പാത നോക്കുകുത്തിയായി ചരിത്രത്തിന്റെ താളുകളിലേക്ക്. പാതയോട് ചേർന്ന് നിർമ്മിച്ച പാലം ഇന്ന് മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളം. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വിഷൻ പുനലൂർ നടപ്പാക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയായ കൊല്ലം ജില്ലയിലെ പുനലൂർ ആശുപത്രി മോഡലാക്കിക്കൊണ്ടുള്ള വികസന പദ്ധതികളാണ് നടപ്പാക്കുക. കല്യാശ്ശേരി മണ്ഡലം ജനകീയ സംയോജിത കൃഷി വികസന കർമ്മ പരിപാടിക്ക് തുടക്കമായി. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.